നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL കോടികൾ വെറുതെ നൽകിയതല്ലെന്നും ഇതിനു വേണ്ട സേവനം ചെയ്തു കൊടുത്തത് പിണറായി വിജയൻ തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ MLA. ഈ കാര്യമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെളിയിക്കാൻ പരിശ്രമിക്കുന്നതും. മുഖ്യമന്ത്രി പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച CPM-ന്റെ അടിവേരിളകുമെന്നും മാത്യു കുഴൽനാടൻ. ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം വഖഫ് ഭേദഗതിയിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന് ബെന്നി പെരുവന്താനം. മുനമ്പം വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തെറ്റെന്നും വിമർശനം. മെയ് 12 നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്നു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ. വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ തിരിമറി നടത്തി തട്ടിപ്പിനിരയായത് ചിന്നക്കനാലിലെ ടാക്സി ഡ്രൈവർമാർ. ഇതോടെ ഇൻഷുറൻസ് കമ്പനി മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകി. വിശദമായ വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL കോടികൾ വെറുതെ നൽകിയതല്ലെന്നും ഇതിനുവേണ്ട സേവനം ചെയ്തു കൊടുത്തത് പിണറായി വിജയൻ തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ MLA. ഈ കാര്യമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെളിയിക്കാൻ പരിശ്രമിക്കുന്നതും. പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വീണയുടെ കേസ് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്ന നിലപാടിൽ CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച CPM-ന്റെ അടിവേരിളകുമെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് 2016 മുതൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ മാസാമാസം വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത്. ഇവർ പറഞ്ഞതിന് ഉത്തരം ഇവിടെയുണ്ട്. ഇത് അഴിമതിയല്ലേ? എന്തെങ്കിലും സേവനം പ്രത്യേകമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും ഇത് അഴിമതിയുടെ പർവ്വയിൽ വരില്ലേ? CPM ഇനിയും ന്യായീകരിക്കട്ടെ. ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേരും നിങ്ങൾ അടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ അത്രയും ന്യായീകരിക്കുക. കാരണം ഈ കൊള്ളയുടെ പങ്ക് പറ്റാത്തവരായി CPM-ന് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യായീകരണം നടക്കട്ടെ. ഞാൻ പറയുന്നു, വിജിലൻസ് കേസ് തള്ളിയത് കൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പത്രക്കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഒഫീഷ്യൽ പ്രസ് റിലീസ്. അതിൽ CPM എന്ന പാർട്ടി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. ഇതിൽ അനധികൃതമായി നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല. കിട്ടിയ പണത്തിന് ടാക്സും അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്ന് CPM പറഞ്ഞു. ഇദ്ദേഹം ഇന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് CPM അന്ന് പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം, എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചരണം നടത്താം, കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. എനിക്ക് സംശയമില്ല കാര്യത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം. അതല്ലെങ്കിൽ നാളുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടാകും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം വഖഫ് ഭേദഗതിയിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന് പറഞ്ഞാണ് ബെന്നി പെരുവന്താനം സ്ഥാനം രാജിവെച്ചത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിനെതിരാണ് പാർട്ടിയുടെ ഈ നിലപാട്. പല വേദികളിൽ ഇക്കാര്യം പറഞ്ഞു, പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞു. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ബെന്നി ചൂണ്ടിക്കാട്ടി. മുനമ്പം വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തെറ്റെന്നും ബെന്നി പറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് വരെ ഇടുക്കി ജില്ലാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തു നിന്നും മെമ്പർഷിപ്പ് രാജിവെച്ചു. വെക്കുവാനുള്ള കാരണം ഈ കോൺഗ്രസ് പാർട്ടിയുടെ ക്രിസ്ത്യൻ വിരുദ്ധ നിലപാട് പ്രദർശിച്ചുകൊണ്ടാണ്. ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടെന്ന് പറയുന്നത് മുൻപ് പ്രശ്നമുണ്ടായി, വഖഫ് ബില്ലിലോ കാര്യം വന്നു. ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. അത് ശരിയല്ല. കോൺഗ്രസ് അഭിപ്രായം പറയണം. രാഹുൽ ഗാന്ധി ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും സുധാകരനാണെങ്കിലും VD സതീശനാണെങ്കിലും അവരുടെ അഭിപ്രായം പറയണം. അവരാരും ഇത്തരം കാര്യത്തിൽ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നില്ല. പാർട്ടിയുടെ നിലപാട് മാറാതെ എൻ്റെ നിലപാട് മാറ്റാൻ പറ്റില്ല. ഞാൻ അതിനകത്തൊരു വർഗീയതയോ മുസ്ലിം വിരുദ്ധമോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ കോൺഗ്രസ്
ഈ ക്രിസ്ത്യൻ സമുദായത്തെയും അവഹേളിക്കുന്നതിന് പരിമിതിയുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് UP നോക്കുക, മഹാരാഷ്ട്ര നോക്കുക, ഗുജറാത്തിൽ നോക്കുക, ആ ഒരു നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തീരുമാനം ഇന്നലെ എടുത്ത തീരുമാനമാണ് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക. മെയ് 12 നടക്കുന്ന മംഗളാദേവി ചിത്രാപൗർണമി ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർസംസ്ഥാന യോഗം കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്നു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തുന്ന സജ്ജീകരണങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരുടെയും തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗിന്റെയും നേതൃത്വത്തിൽ ചേർന്ന ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പ് തലവന്മാരുടെ അവലോകന യോഗത്തിൽ വിലയിരുത്തി. പരിസ്ഥിതി സൗഹൃദമായി ഭക്തരുടെ സുരക്ഷയ്ക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാവനതയുടെ സംരക്ഷണത്തിനും മുൻതൂക്കം നൽകി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ട്രാക്ടറുകളിലായി ഭക്ഷണം കയറ്റിവിടും. ട്രാക്ടറുകളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അനുവദിക്കില്ല. വൈകിട്ട് 5:30 ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കില്ല. അതിനു മുൻപ് പൂജാരി ഉൾപ്പെടെ എല്ലാവരും തിരികെ മലയിറങ്ങണം. ഭക്തരിൽ നിന്നും യാതൊരുവിധ തുകയും ഈടാക്കാൻ അനുവദിക്കില്ല. RTO നിഷ്കർഷിക്കുന്ന തുകയായിരിക്കും ട്രിപ്പ് വാഹനങ്ങൾക്ക് ഭക്തരിൽ നിന്നും ഈടാക്കാൻ അനുവാദം ഉണ്ടായിരിക്കുകയെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. பாதுகாப்பு அவரோட வசதிகளை செஞ்சு கொடுக்குறதுக்கு இம்பார்ட்டன்ஸ் கொடுக்கும். கடந்த வருஷம் செய்தது വളരെ சிறப்பாகவும் செய்ய முடியும். இந்த வருஷம் இன்னும் கொஞ்சம் சஜஷன்ஸ் அது நம்ம ഡിസ്ട്രിക്ട് ലെവലിൽ മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ട് കേരളത്തിനും തമിഴ്നാടിനും 3 വീതം പൊങ്കാലകളാണ് അനുവദിക്കുക. 18,000 മുതൽ 20,000 വരെ ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പൊങ്കാല അനുവദിക്കണമെന്നും ദർശന സമയം അനുവദിക്കണമെന്നും ഭക്തരുടെ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ് പറഞ്ഞു. அந்த பொலித்தீன் எல்லாமே சுத்தம் பண்ணிவிட்டு அந்த குப்பையில் எல்லாமே எடுத்துகிட்டு நம்ம இங்கே கீழே கொண்டு போகணும். அதுக்கான நமக்கும் டைம் வரும். ஏன்னா ஈவினிங் டைமில் அனிமல் மூவ்மெண்ட் இருக்கும். அந்த பக்கம் ஃபாரஸ்ட் ஏரியா இருக்கிறதுனால அதுவும் அவாய்ட் பண்ண வேண்டியிருக்கு. அந்த டைமுக்குள்ளே நம்ம பண்ணணும். அதனால தான் அந்த டைமிங் கண்டிப்பாக ரெஸ்ட்ரிக்ட் பண்ணணும். அந்த டைமிங் டிசைட் பண்ணி 5 or 5:30. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് RTO പാസ് നൽകും. കുമളി ചെക്ക് പോസ്റ്റിന് സമീപം മെയ് 7, 8, 9 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 4 വരെ ഇരു സംസ്ഥാനങ്ങളുടെയും RTOമാരുടെ നേതൃത്വത്തിലാണ് ഫിറ്റ്നസ് പരിശോധിച്ച് പാസ് നൽകുക. കുമളി ബസ് സ്റ്റാൻഡ്, അമലാംബിക സ്കൂൾ, കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തി വാഹനങ്ങൾ പരിശോധിക്കും. സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം, അസ്കാലൈറ്റ് എന്നീ സൗകര്യങ്ങളോടെ കൊക്കരക്കണ്ടത്ത് ദുരന്ത ലഘൂകരണ യൂണിറ്റ് പ്രവർത്തിക്കും. പ്രഥമ ശുശ്രൂഷ നൽകാൻ മെഡിക്കൽ സംഘവും ഉണ്ടാകും. മലയാളത്തിലും തമിഴിലും ദിശാസൂചനാ ബോർഡുകൾ സ്ഥാപിക്കും. യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ S ആനന്ദ്, തേനി DFO R സമർത്ഥ, പെരിയാർ ടൈഗർ റിസർവ് അസിസ്റ്റന്റ് ഡയറക്ടർ IS സുരേഷ് ബാബു, ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ തിരിമറി നടത്തി തട്ടിപ്പ്. ചിന്നക്കനാലിലെ ടാക്സി ഡ്രൈവർമാരാണ് തട്ടിപ്പിന് ഇരയായത്. ഇതോടെ ഇൻഷുറൻസ് കമ്പനി മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകി. പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിന്റെ ചിന്നക്കനാലിലെ ഏജന്റ് മുഖേന ഇൻഷുറൻസ് എടുത്തവരാണ് തട്ടിപ്പിനിരയായത്. ടാക്സി വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളെന്ന് സൂചിപ്പിച്ചും വാഹനത്തിന്റെ കമ്പനി മാറ്റി രേഖപ്പെടുത്തിയും ക്യൂബിക് കപ്പാസിറ്റി കുറച്ചു കാണിച്ചുമാണ് ഇൻഷുറൻസ് തുക കുറച്ചത്. ഇൻഷുറൻസിനായി 20,000-ലധികം രൂപ അടച്ചവർക്ക് പോലും നാമമാത്ര തുകയുടെ ഇൻഷുറൻസാണ് ലഭിച്ചത്. പരിവാഹൻ സൈറ്റിലും വാഹനത്തിന് ഇൻഷുറൻസ് ഉള്ളതായി രേഖകൾ ഉണ്ടെന്ന് ഉടുമ്പൻചോല SRTO സജീവ് കുമാർ പറഞ്ഞു. ഇത് പാലക്കാട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാഞ്ചിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചിന്നക്കനാലിൽ നിന്നുള്ള വാഹന ഉടമസ്ഥരെയും RC ബുക്കും ഇൻഷുറൻസുമായിട്ട് വന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വ്യാജരേഖകൾ സമർപ്പിച്ച് ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതായിട്ടാണ് പരാതി. വാഹനങ്ങളുടെ ഇൻഷുറൻസ് അതിനകത്ത് വലിയ ക്രമക്കേടുകളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരുടെ അടുത്ത് നിന്ന് കൃത്യമായ പ്രീമിയം വാങ്ങിച്ചിട്ട് ചെറിയ എമൗണ്ട് മാത്രം അടച്ചാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതാണ് എന്നാണ് ഇൻഷുറൻസ് കമ്പനിയുടെ പരാതിയിൽ പറയുന്നത്. അത് സംബന്ധിച്ചാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത്.
ചിന്നക്കനാലിലെ 50ഓളം ടാക്സി ഡ്രൈവർമാരാണ് തട്ടിപ്പിനിരയായത്. രേഖകളിൽ കൃത്രിമം കാട്ടി കമ്പനിക്കും നഷ്ടം വരുത്തിയതായി സൂചിപ്പിച്ച ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാർ ഉടുമ്പൻചോല JRTOയ്ക്ക് പരാതി നൽകി. മൂന്നാർ ടൗണിലിറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. പുലർച്ചെ ടൗണിലെത്തിയ കാട്ടുകൊമ്പൻ വഴിയോര കച്ചവടശാലകൾ തകർത്തു. ടൗണിലുണ്ടായിരുന്നവർ ചേർന്ന് പിന്നീട് ആനയെ തുരത്തി. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷനിലിറങ്ങിയ കാട്ടാന നാശം വരുത്തി. കാട്ടുകൊമ്പൻ പടയപ്പയാണ് പുലർച്ചെ ടൗണിലിറങ്ങി വഴിയോര കടകൾ തകർത്തത്. ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങിയേക്കുവാണ്. സീസൺ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം അവർ രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിനെതിരെ ഫോറസ്റ്റുകാരും പോലീസുകാരും അത് ബന്ധപ്പെട്ട അധികാരികളും വേണ്ട നടപടികൾ എടുക്കണമെന്ന് മൂന്നാറിലെ നൈറ്റ് ആൻഡ് ഗൈഡ് അസോസിയേഷനും ബാക്കി ജനങ്ങളും ഗവൺമെന്റിനെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഴയ മൂന്നാർ ടൗണിന് സമീപം മൂന്നാർ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള പാർക്കിനും ആന നാശം വരുത്തി. കാട്ടാന ടൗണിലെത്തിയ സമയം ആളുകൾ ടൗണിലുണ്ടായിരുന്നു. ആനയെ ആളുകൾ ചേർന്ന് തുരത്തി. വിനോദസഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്ന സമയമാണിതെന്നും ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിലും പടയപ്പ മൂന്നാർ ടൗണിലെത്തുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ മതപ്പാടിലായിരുന്നു. ഈ സമയം ആന വലിയ തോതിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പരാക്രമം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആന ഇപ്പോൾ മൂന്നാർ ടൗണിലേക്കും എത്തിയിട്ടുള്ളത്. ആനപ്പേടി ഒഴിയാതെ ഉപ്പുതറ കൂപ്പുപാറയിലെ കർഷകർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. പൊടിപാറ രാജേഷ്, വിനോദ എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. കാക്കത്തോട് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കൂപ്പുപാറ പ്രദേശം. കാട്ടിൽ നിന്നും കാട്ടാനകൾ കൃഷിയിടത്തിലിറങ്ങുന്നതിനാൽ കർഷകർക്ക് ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടിന് സമീപത്ത് വരെയെത്തി നാശം വിതയ്ക്കുന്നതിനാൽ കർഷകരുടെ ജീവനും ഭീഷണിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം പ്രദേശവാസിയായ രാജേഷിന്റെ വീടിന് സമീപത്തെ ഏലച്ചെടികൾ നശിപ്പിച്ചു. കടുത്ത വേനലിൽ പോലും വെള്ളം നനച്ച് പരിപാലിച്ച ചെടികളാണ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത്. വിനോദിന്റെ കൃഷിയിടത്തിലെ തെങ്ങും ആന മറിച്ചിട്ടോ. കാർഷിക വിളകൾ നനയ്ക്കുന്നതിനായി ഇവിടെ സ്ഥാപിച്ചിരുന്ന ഉപകരണങ്ങളും കാട്ടാനക്കൂട്ടം ചവിട്ടി നശിപ്പിച്ചു. ഇതോടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. ഈ വർഷം 2025 തുടങ്ങിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് ആന ഇപ്പോൾ പറമ്പിൽ വന്നിങ്ങനെ ശല്യം ചെയ്യുന്നത്. എൻ്റെ ഇതേ കൂട്ടി ഇപ്പോൾ 24ാമത്തെ തെങ്ങാണ് കളയുന്നത്. കുള്ളം തെങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള തെങ്ങിൻ്റെ ചൊട്ടയിട്ട് കായ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ തെങ്ങെല്ലാം നശിപ്പിച്ച് കളയുന്നത്. ഒറ്റ വാഴ പോലും എൻ്റെ പറമ്പിലില്ല. അതുകൊണ്ട് ഇപ്പോൾ വാഴ നമ്മൾ നടാറില്ല. ആന പ്ലാവ് ഉണ്ടായിരുന്നില്ല, നമ്മൾ വെട്ടി മാറ്റിക്കളഞ്ഞു. ചക്ക തിന്നിട്ടാണ് ആന പറമ്പിൽ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്ലാവെല്ലാം നേരത്തെ കൊടുത്തു. വാഴ ഒറ്റയെണ്ണമില്ല. പന്നിയും ആനയുമായിട്ട് വാഴയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. തെങ്ങ് ഇത്രയും മുഴുത്ത തെങ്ങാണ്. ഇതൊക്കെ എത്ര വർഷത്തെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ തെങ്ങെന്നറിയാമോ? കായ്ഫലം തരാറാകുമ്പോഴത്തേക്ക് നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖകരമായ കാര്യമാണത്. ഇതിനെതിരെ നമ്മുടെ വനം വകുപ്പും സർക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മാത്രമല്ല, ഇപ്പോൾ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇവർ ബാധ്യതപ്പെട്ടവരാണ്. അതിനുള്ള കാര്യങ്ങൾ ഇവർ എടുത്തേ പറ്റൂ. വനത്തോട് ചേർന്ന് കൃഷി ചെയ്യുന്ന കർഷകർക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. ആനയെ ഓടിക്കാൻ വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സേവനം കൂപ്പുപാറയിൽ ലഭ്യമല്ല. ഫെൻസിംഗ് നിർമ്മിക്കാൻ അതിർത്തി തെളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും തുടർ നടപടി ഉണ്ടായിട്ടില്ല. നിലവിൽ പടക്കം പൊട്ടിച്ചാണ് കർഷകർ കാട്ടാനകളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തുന്നത്. UDF കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ 12 മണിക്കൂർ പ്രതിരോധ സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടത്തിയത്. UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് സമരം ഉദ്ഘാടനം ചെയ്തു. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് വികസനം സ്തംഭിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്തുഞ്ഞിരിക്കുന്ന LDFന്റെ നയങ്ങൾക്കെതിരെയും നിർമ്മാണ നിരോധനം, ബാങ്കിന്റെ ജപ്തി നടപടികൾ, കാർഷിക പ്രശ്നങ്ങൾ, പട്ടയ വിതരണം, CHR തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുമാണ് UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12 മണിക്കൂർ പ്രതിരോധ സമരം സംഘടിപ്പിച്ചത്. നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സമരം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് സമരം ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 25 കഴിഞ്ഞ് ബില്ല് മാറില്ല. മാർച്ച് 21 തന്നെ പ്രഖ്യാപിക്കുകയാണ്. മാർച്ച് 25 കഴിഞ്ഞ് ബില്ല് മാറില്ല. പിന്നെ എന്തിനാണ് ഈ ബഡ്ജറ്റിൽ തുക ഉൾക്കൊള്ളിച്ചത്? എന്തിനാണ് കോൺട്രാക്ടർമാരെ കൊണ്ട് വർക്കെടുപ്പിച്ചത്? എന്തിനാണ് ഈ പണി നടത്തുന്നത്? പണി നടത്തുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ പണം ചെലവഴിക്കത് അത് അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കണം. അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുമ്പോൾ എന്താണ്? സ്പിൽ ഓവറാകും. ഇപ്പോൾ 40% ഫണ്ട് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അടുത്ത വർഷം തരുമെന്ന പണത്തിൽ നിന്ന് ഈ വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ല് മാറിക്കൊടുക്കണം. ഇതെന്തിനു വേണ്ടിയാണ് ഇവര് ഈ പണി ചെയ്യുന്നത്? ഇവർക്ക് പണമില്ല എന്ന് പറയുന്നു. പണമില്ല എങ്കിൽ
കഴിഞ്ഞ 9-8 വർഷക്കാലമായി ഇടതുപക്ഷ നേതാക്കന്മാരോട് ചോദിക്കുന്നു, ഈ ഗവൺമെന്റിന്റെ ഭരണാധികാരികളോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ 8 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും രംഗത്ത് നികുതി വർദ്ധിപ്പിക്കാറുണ്ടോ? വെള്ളക്കരം കൂട്ടിയില്ലേ? വൈദ്യുതി ചാർജ് കൂട്ടിയില്ലേ? KSRTCയുടെ ലാമ്പിന്റെ ചാർജ് കൂട്ടിയില്ലേ? കെട്ടിട നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചില്ലേ? ഭൂനികുതി വർദ്ധിപ്പിച്ചില്ലേ? ഏത് രംഗത്താണ് കണ്ടം നികത്തുന്നതിന് വേണ്ടി നിങ്ങൾ കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ഖജനാവിലേക്ക് വരുന്നില്ലേ? ഏത് രംഗത്താണ് പിണറായി ഗവൺമെന്റ് ഈ 8 വർഷക്കാലത്തിനിടയിൽ വർധനമുണ്ടാക്കാത്തത്? KPCC സെക്രട്ടറി തോമസ് രാജൻ, KJ ബെന്നി, തോമസ് മൈക്കിൾ, സെബാസ്റ്റ്യനസ് വിളക്കുന്നേൽ, ജോസ് മുത്തനാട്ട, ഫിലിപ്പ് മലയാറ്റ, ജോർജ് കണ്ണമ്പേരൂർ, ബീന ടോമി, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്തുണയുമായി തലമുണ്ടനം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യലിന്റെ നേതൃത്വത്തിൽ 4 പേരാണ് ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തലമുണ്ടനം ചെയ്ത് രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ആശാപ്രവർത്തകരുടെ സമരം മാസങ്ങൾ പിന്നിടുമ്പോഴും അവർക്കെതിരെ കണ്ണടയ്ക്കുന്ന ആരോഗ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെയുള്ള പ്രതിഷേധമായാണ് കോൺഗ്രസ് മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തലമുണ്ടനം ചെയ്ത് പിന്തുണ പ്രഖ്യാപിച്ചത്. കോവിഡ് കാലത്ത് പോലും വീട് വീടാന്തരം കയറി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ആശാപ്രവർത്തകരുടെ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് കോൺഗ്രസ് മരിയാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യിൽ പറഞ്ഞു. ജപ്തി പോലും ചെയ്ത വീടുകളുണ്ട് ഈ സാഹചര്യത്തിൽ. അതുപോലെ ഉപേക്ഷിച്ച് തിരുവനന്തപുരം സെക്രട്ടറി സർക്കാർ കണ്ണു തുറക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മുടി തന്നെ മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുക. ആ സമയത്ത് എന്നെ പോലെയുള്ള മണ്ഡലം പ്രസിഡന്റ് സഹപ്രവർത്തകർക്കും സ്വന്തം നാട്ടിൽ ആശാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാതൃകയായിട്ടാണ് ഇത് കാണുന്നത്. കാരണം എന്നെ പോലെയുള്ള ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെയൊക്കെ വീടുകളിൽ ഈ നമ്മുടെ കൊറോണയുടെ കാലങ്ങളിലൊക്കെ ഇവരൊക്കെ വന്ന് വീടുകളിൽ കയറി ഓരോരുത്തരെയും കണ്ടും കേട്ടും ഓരോരുത്തർ പേടിച്ച് മറഞ്ഞ് പല ഭാഗത്തും മാറിയിരുന്നപ്പോൾ ഇവരെല്ലാ വീടുകളും കയറി ഓരോരുത്തരെയും കണ്ടു കേട്ട് പോയവരാ. അവരെയാണ് നമ്മൾ കണ്ടത്, അവർക്കാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. ഇടുക്കി ടൗണിൽ ആരംഭിച്ച രാപ്പകൽ സമരം DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഫണ്ട് വെട്ടിക്കുറവ് നടത്തിക്കൊണ്ട് അഥവാ ഫണ്ട് അനുവദിച്ചാൽ ചെക്ക് കൊടുക്കണ്ട എന്ന് സെക്രട്ടറിയോട് പറയും. അഥവാ ചെക്ക് കൊടുത്താൽ ആ ചെക്ക് മാറണ്ട എന്ന് ട്രഷറി ഓഫീസറോട് പറയും. ഇങ്ങനെ കംപ്ലീറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന സ്വപ്നങ്ങളെ കഴുത്തെരിയുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇന്ന് കേരളത്തിലെമ്പാടും നടക്കുന്നത്. KPCC അംഗം AP ഉസ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് ജോർജ്, സെക്രട്ടറി വിജയൻ കല്ലിങ്കൽ, നേതാക്കളായ N പുരുഷോത്തമൻ, അനീഷ് ചേനക്കര, സണ്ണി കുഴികണ്ടം, തങ്കച്ചൻ വേമ്പേനി, ടെസ്സി തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. വഖഫ് ബിൽ പാർലമെന്റിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് നേതൃത്വം നൽകി. പരിപാടിയിൽ വെച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ കോലവും കത്തിച്ചു. വഖഫ് ബിൽ പാർലമെന്റിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. BJP ജില്ലാ കാര്യാലയത്തിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ചെറുതോണി ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാരതീയനെ സംബന്ധിച്ച്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ച്, അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖെന്നോ ഇസായിയോ എന്നുള്ള ഒരു വ്യത്യാസവുമില്ലാതെ ഏറെ ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന്. കാരണം ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് വഖഫ് നിയമ ഭേദഗതി പാസാക്കി. കാരണം വഖഫ് ബോർഡിന് കൊടുത്തിരുന്ന അമിതമായിട്ടുള്ള അധികാരം ഇന്ത്യയുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും മേലെ ഒരു അധികാരം കൊടുത്തുകൊണ്ട് ഒരു കിരാതമായിട്ടുള്ള നിയമം നിലവിലുണ്ടായിരുന്നു. ആ നിയമത്തിന്റെ അറുതി വരുത്തിയത് ഇന്നലെയാണ്. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 78 വർഷം കഴിഞ്ഞതിന് ശേഷം സാക്ഷാൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു ആ നിയമത്തെ തിരിച്ചെഴുതാനായിട്ട്. അതുകൊണ്ട് ഈ ആഹ്ലാദത്തിന്റെ ദിവസത്തില്, ഈ ആഹ്ലാദം പങ്കിടുന്ന ഈ അവസരത്തില് ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച, ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച, ഇവിടെ ഒരു പറ്റം ആൾക്കാർക്ക് വേണ്ടി മാത്രം കൂട്ടുനിന്ന ഇടുക്കി MPയുടെ തെറ്റായിട്ടുള്ള നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കോലം കത്തിച്ച് ഇവിടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു.
BJP സംസ്ഥാന വക്താവ് KVS ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ, AV മുരളി, രതീഷ് വരകുമല, സുരേഷ് മീനത്തേരി, ലീന രാജു, സുജിത് ശശി തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണിയിൽ വാറ്റുചാരായം നിർമ്മിച്ച് വിൽപ്പന നടത്തിയിരുന്നയാളെ എക്സൈസ് സംഘം പിടികൂടി. തങ്കമണി മാടപ്രയിൽ നിന്നുമാണ് 20 ലിറ്റർ വാറ്റുചാരായവും 100 ലിറ്റർ കോടയുമായി കൂത്താട്ടുകുളം സ്വദേശി കൊച്ചുകുന്നേൽ ജോൺ വർഗീസിനെ എക്സൈസ് സംഘം പിടികൂടിയത്. തങ്കമണി മാടപ്ര മേഖല കേന്ദ്രീകരിച്ച വ്യാജ മദ്യനിർമ്മാണവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന കർശനമാക്കിയത്. കൂത്താട്ടുകുളം സ്വദേശി കൊച്ചുകുന്നേൽ ജോൺ വർഗീസ് പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിലെ കൃഷിയുടെ മറവിലായിരുന്നു രാത്രികാലത്ത് വാറ്റുചാരായം നിർമ്മിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചതോടെ മാസങ്ങളായി ജോൺ വർഗീസിനെ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതി നിരവധി നാളുകളായി ഈ പ്രദേശത്ത് ചാരായം വാറ്റുന്നതായ വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതിയെ കുറേ നാളുകളായി നിരീക്ഷിച്ചു വരുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പാർട്ടിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വീടിനുള്ളിൽ നിന്നും 20 ലിറ്റർ വാറ്റുചാരായവും 100 ലിറ്റർ കോടിയും വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം കണ്ടെത്തി. ചാരായം വാറ്റുന്നതിനിടയിലാണ് ജോൺ വർഗീസിനെ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് PKയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്നും സ്ഥിരമായി ചാരായം വാങ്ങുന്നവരെ പറ്റിയും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തായി പള്ളിവാസൽ പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം സംഘടിപ്പിച്ചത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 5 പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനവും നടത്തിയത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ 5 പഞ്ചായത്തിന്റെ തെരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ മാലിന്യമുക്തമായ കേരളം സൃഷ്ടിക്കുകയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ പഞ്ചായത്തിലും എല്ലാ മേഖലകളിലും വളരെ വിപുലമായി തന്നെയാണ് നമ്മളെ ഈ മാലിന്യമുക്തമായി പ്രവർത്തിക്കുകയും അതിനനുബന്ധമായി എല്ലാ സ്ഥാപനങ്ങളും, സ്കൂളുകൾ, കോളേജുകൾ, അതോടൊപ്പം തന്നെ അംഗനവാടികൾ, മറ്റു മേഖലകളിലെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി അധ്യക്ഷയായിരുന്നു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തായി പള്ളിവാസൽ പഞ്ചായത്തിനെയും ഹരിതകർമ്മസേനയായി വെള്ളത്തൂവൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെയും മികച്ച സർക്കാർ സ്ഥാപനമായി CHC ചിത്രപുരത്തെയും തെരഞ്ഞെടുത്തു. കിഴക്കിന്റെ കാൽവരിയായ എഴുകുമ്പയിൽ കുരിശുമലയിൽ നോമ്പുകാലത്ത് മല കയറുന്നത് പതിനായിരങ്ങളാണ്. ഇത്തവണയും തീർത്ഥാടനം ആരംഭിച്ചതു മുതൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന നോമ്പുകാല രൂപതാ തീർത്ഥാടനം എന്ന സവിശേഷതയും ഇക്കൊല്ലം എഴുകുമ്പയിൽ കുരിശുമലയ്ക്കുണ്ട്. ഹൈറേഞ്ചിലെ കുടിയേറ്റ ജനതയുടെ ആത്മീയ ഗുരുവായിരുന്ന ഫാദർ ജോസഫ് കക്കുഴിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കുരിശ് സ്ഥാപിച്ചത്. 2006 കുരിശുമല തീർത്ഥാടന ദേവാലയത്തിന് പണികൾ ആരംഭിച്ച 2007 ഫെബ്രുവരി 10 പൂർത്തിയാക്കി. നാനാ തുറകളിൽ നിന്നും നിരവധി വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപം, കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ, തോമാസ് ലീഹായുടെ രൂപം, ഗെറ്റ്സമനിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രൂപം, സംശയാലുവായ തോമാസ് ലീഹയുടെ രൂപം, തിരുക്കല്ലറ, കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസേറിയ രൂപം എന്നിവ സന്ദർശിച്ചാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. മലമുകളിലെ വറ്റാത്ത കിണറും അത്ഭുതമായി വിശ്വാസികൾ കണക്കാക്കുന്നു. 2022 എഴുകുമ്പയിൽ കുരിശുമലയെ ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 1959 ഇത് സ്ഥാപിതമായത്. അതിനുശേഷം എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച മാത്രമേ കയറിക്കൊണ്ടിരുന്നുള്ളൂ. എന്നാൽ 2006 മുതൽ ഇവിടെ കുരിശിന്റെ വഴി എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി നടത്തുകയും മലമുകളിലേക്ക് കുരിശിന്റെ വഴി ചൊല്ലി ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പും വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ദുഃഖവെള്ളിയാഴ്ചയും അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നു. ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇടവക വൈദികരുടെ നേതൃത്വത്തിൽ കുരിശുമലയിലേക്ക് വിശ്വാസികൾ ഒഴുകുന്ന കാഴ്ചയാണ് വലിയ നോമ്പ് കാലത്തിൽ കാണാനാവുന്നത്. അടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നുമാണ് കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്.
ക്രിസ്തുയേശുവിന് പീഡാനുഭവ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് നിരവധി ആളുകൾ മരക്കുരിശേന്തി മല കയറുന്നു. കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന ഇക്കൊല്ലം നോമ്പുകാല രൂപതാ തീർത്ഥാടനം എന്ന പ്രാധാന്യമർഹിക്കുന്നു കൂടിയാണ്. അതോടൊപ്പം മെഴുകുംവയൽ കുരിശുമല തീർത്ഥാടനത്തിൽ ഒരു ജനക്കൂട്ടായ്മയുടെ വലിയൊരു അനുഭവമാണ് കാണാനാകുന്നത്. ദേവാലയത്തിന്റെയും അനുബന്ധ ഗ്രോട്ടോകളുടെയുമെല്ലാം നിർമ്മാണം അതിനുദാഹരണമാണ്. ഒപ്പം മലമുകളിലെത്തുന്ന എല്ലാവർക്കുമുള്ള നേർച്ചക്കഞ്ഞിയും നാനാജാതി മതസ്ഥരുടെ ഐക്യത്തിന്റെ പ്രതീകമാണ്. 40ാം വെള്ളിയിൽ ഇടുക്കി രൂപത കുരിശുമല തീർത്ഥാടനം രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടക്കും. ഏപ്രിൽ 18 ദുഃഖവെള്ളിയിൽ പുലർച്ചെ 7 മണിക്ക് കുരിശിന്റെ വഴി കപ്പേളയിൽ നിന്നും ആരംഭിക്കും. ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് കുരിശുമല തീർത്ഥാടന പള്ളിയിൽ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് മുഖ്യ കാർമ്മികനാകും. അടുത്ത വെള്ളിയാഴ്ച 40ാം വെള്ളിയാണ്. 40ാം വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് കുർബാനയുണ്ട്, 7:30 കുർബാനയുണ്ട്. പിന്നെ പിതാവിനോടൊത്ത് കുരിശിന്റെ വഴി ചൊല്ലി എഴുകുംവയൽ കപ്പളയിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്നതായിരിക്കും. ഇവിടെ വന്ന് 10 മണിക്ക് കുർബാന, പിന്നീട് 5 മണിക്കാണ് വൈകുന്നേരം 5 മണിക്ക് കുർബാനയുണ്ട്, 7:30 കുർബാനയുണ്ട്. അതോടൊപ്പം തന്നെ മുഴുവൻ സമയത്തും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതായിരിക്കും. ദുഃഖവെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങളെല്ലാം കുരിശുമലയിലാണ്, എഴുകുംവയൽ പള്ളിയിലില്ല. അതും പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. 40ാം വെള്ളിയും ദുഃഖവെള്ളിയും പിതാവിന്റെ കാർമ്മികത്വത്തിലാണ് കാര്യങ്ങൾ നടത്തുക. പിന്നെ പുതുഞായറാഴ്ചയാണ്. പുതുഞായറാഴ്ച തിരുക്കർമ്മങ്ങൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. തിരുക്കർമ്മങ്ങൾക്ക് അന്ന് തിരുനാളും കൂടിയാണ്. തിരുനാൾ ആഘോഷിച്ച് അന്ന് നേർച്ചയൊക്കെ വിതരണം ചെയ്തായിരിക്കും അവസാനിപ്പിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഉച്ച കഴിഞ്ഞ് ഇടമുറിയാതെ ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഇന്നും ധാരാളം ആളുകളുണ്ട്. ദൈവാനുഗ്രഹം അവർ നേടിപ്പോകുന്നു. കുരിശിന്റെ വഴി ചൊല്ലി കുരിശിന്റെ പാതയിലൂടെ നടന്ന് ത്യാഗം സഹിച്ച് കുരിശുമലയിലെത്തുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളം ലഭിക്കുന്നുണ്ട്. അവരെല്ലാം അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ദേവികുളം മേഖലാ സമ്മേളനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. അടിമാലിയിൽ നടന്ന സമ്മേളനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു യൂണിയന്റെ ദേവികുളം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ക്രമീകരിച്ചിരുന്നു. സമ്മേളനം സംഘടന ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കാര്യങ്ങളിൽ നമുക്ക് സംസ്ഥാന തലത്തിൽ ഉടനാനായിട്ട് സാധിക്കും. നമ്മുടെ ജില്ലയിൽ മാധ്യമരംഗത്ത് പല പ്രദേശങ്ങളിലും ഇപ്പം മറയൂർ പോലുള്ള പ്രദേശങ്ങളിൽ പുതിയ യൂണിറ്റ് ഉണ്ടാവുകയും CBG ലോട്ടസ് തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. തൊടുപുഴയിൽ മനോരമയുടെ ഉൾപ്പെടെ കൂടുതൽ പേര് വന്നിട്ടുണ്ട്. കട്ടപ്പനയിൽ 4-5 പേരോട് ഞങ്ങൾ മേഖലാ സമ്മേളനത്തിന് ശേഷം മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പലരും മെമ്പർഷിപ്പ് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അടിമാലിയിൽ നടന്ന സമ്മേളനത്തിൽ ദേവികുളം മേഖലാ പ്രസിഡന്റ് CD ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ബിജു ലോട്ടസ് സംഘടനാ സന്ദേശം നൽകി. ജില്ലാ സെക്രട്ടറി ഷാജി കുരിശുമൂട ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ മുഖപത്രമായ KJU ന്യൂസിന്റെ പ്രകാശനവും നടന്നു. അംഗങ്ങൾക്കുള്ള ID കാർഡുകളുടെ വിതരണോദ്ഘാടനം മേഖലാ ട്രഷറർ VR സുതന്യു നിർവഹിച്ചു. ജില്ലാ ട്രഷറർ സലീം കുളത്തായി, മേഖലാ സെക്രട്ടറി സജീവ് മാധവൻ, ജില്ലാ കമ്മിറ്റി അംഗം KM ജലാലുദ്ദീൻ, ജിനീഷ് ജോർജ്, ബിനീഷ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 10, 11, 12 തീയതികളിലായാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ചെറുതോണി മേഖലാ സമ്മേളനവും ID കാർഡ് വിതരണവും പതാക ദിനാചരണവും നടന്നു. ചെറുതോണി പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച 2025 ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. ചെറുതോണി പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സമ്മേളനവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു.
യൂണിയന്റെ മുഖപത്രമായ KJU ന്യൂസിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ജില്ലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും KJU ജില്ലാ കമ്മിറ്റി അംഗവുമായ ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ പതാക ഉയർത്തി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KS മധു, ജില്ലാ സെക്രട്ടറി ഷാജി കുരിശുമൂട, ജില്ലാ ജോയിന്റ് സെക്രട്ടറി D ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പടമുഖം സ്നേഹമന്ദിരത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് മജീഷ്യൻ രതീഷ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ സ്നേഹമന്ദിരത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ VC രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഗതികളുടെ അഭയകേന്ദ്രം എന്നറിയപ്പെടുന്ന മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിലെ അന്തേവാസികൾക്ക് പിന്തുണയും ആദരവും അർപ്പിച്ചാണ് പ്രശസ്ത മജീഷ്യൻ രതീഷ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ മാജിക് ഷോയും മറ്റ് കലാപരിപാടികളും അവതരിപ്പിച്ചത്. സ്നേഹമന്ദിരം ഹാളിൽ നടന്ന പരിപാടി ബ്രദർ VC രാജു ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് പിള്ളേരുടെ വെക്കേഷൻ കാലം നിങ്ങൾക്ക് കുറച്ച് സമയം സന്തോഷം പകരുവാൻ രതീഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു ടീം നമുക്ക് വേണ്ടി കുറേ ദിവസങ്ങളായി കഷ്ടപ്പെട്ടു. സാധാരണ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ സ്നേഹബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ ചെലവുകളുള്ള രതീഷ് കോഴിക്കോടിന്റെ മാജിക് ഷോയ്ക്ക് പുറമെ നൃത്തം, സംഗീതം, കോമഡി ഷോ തുടങ്ങിയ വിവിധ കലാപരിപാടികളും നടന്നു. പരിപാടിയിൽ മാധ്യമരംഗത്തും മറ്റ് സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു. ധനപാലൻ മങ്കുവ, KM ജിലാലുദ്ദീൻ, ജോബി, രാജേഷ് തൊടുപുഴ തുടങ്ങിയവർ പങ്കെടുത്തു. പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ആശീർവാദ സഭയും യാത്രയപ്പ് സമ്മേളനവും നടത്തി. സ്കൂൾ സെക്രട്ടറി പ്രസാദ് കരിമുണ്ടയിൽ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് വിദ്യാലയത്തിൽ നിന്നും ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആശീർവാദ സഭയും പിരിഞ്ഞുപോകുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ മാതാപിതാക്കളെയും അധ്യാപകരെയും ആരതി ഒഴിഞ്ഞ അനുഗ്രഹം വാങ്ങുന്ന പ്രത്യേക ചടങ്ങാണ് ആശീർവാദ സഭ. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ K സുരേഷിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടി സ്കൂൾ സെക്രട്ടറി പ്രസാദ് കരിമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ രക്ഷാധികാരി ലക്ഷ്മിക്കുട്ടി കുമാരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ KS മധു, വൈസ് പ്രിൻസിപ്പൽ പ്രസന്ന സാനു, ക്ഷേമസമിതി പ്രസിഡന്റ് TR ഗിരീഷ്, സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. ആറാട്ടും താലപ്പൊലി ഘോഷയാത്രയോടും കൂടിയാണ് ഉത്സവം സമാപിച്ചത്. തിരുവിതാംകൂർ രാജഭരണകാല ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നടന്നുവന്ന തിരുവുത്സവമാണ് സമാപിച്ചത്. സമാപന ദിവസം രാവിലെ പള്ളി ഉണർത്തൽ, നിർമാല്യ ദർശനം, തുടർന്ന് വിവിധ വഴിപാടുകൾ എന്നിവയ്ക്ക് ശേഷം 4 മണിയോടെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. വൈകിട്ട് 6 മണിക്ക് ആറാട്ട് ഘോഷയാത്രയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു. ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ശാഖ ചെറുതോണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപം കിഴക്കേടത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു. മഹാരാജാവായിരുന്ന സയാജി റാവു എക്വർ മൂന്നാമൻ 1908 ബറോഡയിൽ തുടക്കം കുറിച്ച് 24 ലക്ഷം കോടിയുടെ ആസ്തിയും വിവിധ രാജ്യങ്ങളിൽ ശാഖകളുമുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ 241ാമത് ശാഖയാണ് ചെറുതോണി കിഴക്കേടത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത്. എറണാകുളം റീജിയന് കീഴിൽ നിലവിൽ 60 ശാഖകളാണുള്ളത്. ജില്ലയിലെ 4ാമത്തെ ശാഖയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. രാജ്യത്ത് തന്നെ ഏതാണ്ട് 17,000 ശാഖകൾ നമ്മുടെ എറണാകുളം റീജിയന്റെ കീഴിൽ 60ലധികം ബ്രാഞ്ചസ് സ്റ്റേറ്റ് ഒട്ടാകെ എടുക്കുമ്പോൾ 242 ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ വണ്ണപ്പുറത്ത് കഴിഞ്ഞ ചെറുതോണിയിലും തുടങ്ങി നെടുങ്കണ്ടത്തും കുമളിയിലും അണക്കരയിലും ദേവികുളത്തുമെല്ലാം തൊടുപുഴയിൽ ഉൾപ്പെടെ ബ്രാഞ്ചസ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇതിൻ്റെ ബ്രാഞ്ചുകൾ രൂപപ്പെടുന്നു എന്നുള്ളത് സമീപകാല മാറ്റങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കൂടാതെ വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനവും നടന്നു. മാനേജർ ക്യാബിന്റെ ഉദ്ഘാടനം ഇടുക്കി DYSP ജിൽസൺ മാത്യുവും, ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനം SNDP ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P രാജനും, സ്ട്രോങ് റൂം ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പലകയും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് സാജൻ കുന്നയിലും സംയുക്തമായി നിർവഹിച്ചു. എറണാകുളം റീജിയണൽ ഹെഡ് MV ശേഷഗിരി, ബ്രാഞ്ച് മാനേജർ ലിബിൻ K സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് മാനേജർ മനു പ്രസാദ്, സാബു രവി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
100 വർഷത്തെ സ്വർണ്ണാഭരണ വിപണന രംഗത്തെ പാരമ്പര്യവുമായി ഭീമ ജ്വല്ലറി കട്ടപ്പനയിലും പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പനയിൽ പുതുതായി ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് നിർവഹിച്ചു. ഭീമ ജ്വല്ലറിയുടെ ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും പര്യായമായ 100 വർഷം പഴക്കമുള്ള ഭീമ ജ്വല്ലറിയുടെ 18ാമത് ഷോറൂമാണ് കട്ടപ്പനയിൽ ആരംഭിച്ചത്. പ്രശസ്ത ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഭീമ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദന്റെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിനുണ്ടായിരുന്നു. തുടർന്ന് വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണം, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവാണ് നൽകുന്നത്. വജ്രാഭരണങ്ങൾക്ക് 1 ക്യാരറ്റിന് 18,000 വരെ കിഴിവുണ്ട്. സമ്പന്നമായ പൈതൃകം, സമാനതകളില്ലാത്ത കരകൗശല വൈദഗ്ധ്യം, ഉപഭോക്തൃ വിശ്വാസം എന്നിവയാൽ ഭീമ ജ്വല്ലറി മികച്ച ആഭരണങ്ങളുടെ ലോകത്ത് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നത് തുടരുകയാണ്. അവർ പറഞ്ഞതൊരു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് 99% അങ്ങനെ പറഞ്ഞ് ഭീമ ഇവിടെ തുടങ്ങിയേ പറ്റൂ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള സ്വർണം ആണെന്നറിയാം. പക്ഷേ ആ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് കല്യാണം കഴിച്ചാൽ ആ കല്യാണം ഒരു തടസ്സമില്ലാതെ ആജീവനാന്തം നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം പൊതുജനങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ബന്ധം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 1 ഗ്രാമാണെങ്കിലും 1 പവനാണെങ്കിലും 10 പവനാണെങ്കിലും ഭീമയിലെ മേടിക്കും. അത് ഞങ്ങളുടെ എല്ലാം മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് നിങ്ങളുടെ ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും 6 മാസം വരെ വെയിറ്റ് ചെയ്യരുത്. 2 മാസത്തിനും തീർന്നാലും ഞങ്ങൾ നിങ്ങളെ സഹകരിക്കും. പുതിയതല്ല ഈ ഫാമിലിയിൽ. ആക്ച്വലി കായംകുളത്തെ ഭീമയിൽ ഇതേപോലെ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ നന്നായിട്ട് ആ ഷോറൂം മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ പോലെയാണ് എന്നെ ഇപ്പോൾ വീണ്ടും വിളിച്ചിരിക്കുന്നത്. കട്ടപ്പനയിലെ ഭീമയും ഒത്തിരി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. സ്വർണ്ണവില കുതിച്ചു വരുന്ന സമയത്ത് ഇപ്പോഴും നല്ല എന്താ പറയുക പർച്ചേസും കാര്യങ്ങളും ഭീമയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഭീമയോടുള്ളൊരു വിശ്വാസമാണ് ആളുകളുടെ. അതെന്നും നിലനിർത്താനും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാലാതീതമായ ചാരുതയും മുമ്പൊരിക്കലുമില്ലാത്ത എക്സ്ക്ലൂസീവ് ഓഫറുകളുമാണ് ഹൈറേഞ്ച് നിവാസികൾക്കായി കട്ടപ്പന ഭീമ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പനയിലെ വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ ഉന്നതർ പങ്കെടുത്തു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സഹകരണ ആശുപത്രിയോട് ചേർന്നാണ് ഭീമ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം പ്രവർത്തിക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട വയോധികർക്ക് വെളിച്ചമാവുകയാണ് രാജകുമാരി കുരുവിള സിറ്റി സ്വദേശിനിയായ ബിജി ബെന്നി. 40 വയോധികരുടെ പ്രിയപ്പെട്ട മകളും സഹോദരിയും സുഹൃത്തുമൊക്കെയാണ് ഇന്നിവർ. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച വീട്ടമ്മയുടെ വിശേഷങ്ങളാണ് ഇനി. 1999 സെപ്റ്റംബറിലാണ് ബിജി ബെന്നിയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം നടക്കുന്നത്. രാജകുമാരിക്കടുത്തുള്ള കടുക്ക സിറ്റിയിലെ ഒരു കടയുടെ മുൻപിൽ അവശനിലയിൽ കിടക്കുകയായിരുന്ന ചോതി കുട്ടപ്പൻ എന്ന വയോധികനെ ബിജിയുടെ ഭർത്താവ് ഫാദർ ബെന്നി ഉലഹന്നാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ചോതി കുട്ടപ്പനെ സ്വന്തം പിതാവിനെ പോലെ ബിജി സ്വീകരിച്ചു, പരിചരിച്ചു. തുടർന്ന് നിരവധി പേരെ ചേർത്ത് പിടിക്കാൻ ആ സംഭവം ഇടയാക്കി. ക്ഷമ ആട്ടിന് സൂപ്പിനേക്കാൾ ഫലം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നമ്മൾ അതിനുള്ള നമ്മുടെ മക്കൾക്ക് ഒരു നല്ല ഭാവി, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ഇവരെ സംരക്ഷിക്കുമ്പോൾ നമുക്കത് കിട്ടുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഇവരുടെ മക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ നോക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇല്ലായ്മയിലും നമ്മൾ ഇവരെയൊക്കെ പോലും ഇവരുടെ ഇഷ്ടപ്പെടാത്ത സംസാരങ്ങളും ഒക്കെ കേട്ടും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മോശ അതുപോലെ ഇസ്രായേൽ മക്കളോട് പിറുവിറുത്തപ്പോൾ മോശ ദൈവത്തോട് കരഞ്ഞു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും ദൈവത്തോട് പറയുന്നു. അല്ല ഞങ്ങളെ കൊണ്ടൊന്നുമല്ല, ഒന്നും പറ്റത്തില്ല ഇത്.
അപ്പം എല്ലാവരുടെയും ക്ഷമയും സഹിച്ചും എല്ലാവരും മുഷിഞ്ഞ് വർത്താനം പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തിരിച്ചങ്ങോട്ട് പറയാൻ പോയാൽ നമ്മളൊന്നുമല്ല. പക്ഷെ നമ്മളതൊക്കെ ഒരു കണ്ണ് കണ്ടില്ല അല്ലെ ചെവി കേട്ടില്ല എന്ന് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവരോടത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തുടർന്ന് ഫാദർ ബെന്നി ഉലഹന്നാന്റെയും ബിജിയുടെയും നേതൃത്വത്തിൽ വീട്ടിൽ ഒരു ആതുരാശ്രമം ആരംഭിച്ചു. CMI ആംഗ്ലിക്കൻ സഭാംഗമായ ഫാദർ ബെന്നി ആത്മീയ പ്രവർത്തനങ്ങളുടെ തിരക്കിലായതിനാൽ ആതുരാശ്രമത്തിന്റെ ചുമതല ബിജിക്കാണ്. തുടക്കം വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് അന്തേവാസികളെയും താമസിപ്പിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഇതുവരെ 400ഓളം വയോധികർ വിവിധ കാലഘട്ടത്തിൽ അന്തേവാസികളായി ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ 18 സ്ത്രീകളും 22 പുരുഷന്മാരുമാണ് ഉള്ളത്. ആദ്യം നമുക്ക് കേട്ടപ്പോൾ കാരണം നമുക്ക് സാമ്പത്തികമില്ല, നമുക്ക് ബിൽഡിംഗ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ആദ്യം ഒന്ന് പതറി. എങ്കിലും പിന്നെ അച്ഛൻ ധൈര്യം തന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയത്. 99 തുടങ്ങുമ്പോൾ നമുക്കൊന്നുമില്ലായിരുന്നു. ഒന്നുമില്ലാത്തവരുടെ ബിൽഡിങ് ഞാൻ, അച്ഛന്, അതുപോലെ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഞങ്ങളുടെ അച്ഛൻ്റെ ഫാദർ ഞങ്ങളോടൊപ്പം താമസിക്കുന്നു. അതുപോലെ മറ്റേ പുതിയൊരു ആദ്യമായിട്ട് എടുത്ത ചാച്ചനും ഉണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് താമസിക്കാൻ ഞങ്ങൾ 2 മുറിയും 1 ബാത്റൂമും മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായി, ഒരു കിച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. അതും തറ മെഴുകുന്ന തറയായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയത്. അന്തേവാസികളുടെ പരിചരണം, ഭക്ഷണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ബിജിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇവരുടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി ആംബുലൻസ് വരെ ഓടിക്കാൻ ഇവർ പഠിച്ചു. കുടുംബത്തിനൊപ്പം നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് സേവനം തുടരാൻ കരുത്തേകുന്നതെന്ന് ബിജി പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുമളി സ്പൈസ്മോ ട്രേഡിംഗ് കമ്പനി ഏലക്കാലേല വിവരം. ആകലോട്ട് 229, വിൽപ്പനയ്ക്ക് വന്നത് 58,595, വിൽപ്പന നടന്നത് 52,636, കൂടിയ വില 3,051, ശരാശരി വില 2,679. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 715 രൂപ, ഏലം കൂടിയ വില 2,650, ഏലം ശരാശരി വില 2,400, കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 750, കൊക്കോ 70, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,400 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് CMRL കോടികൾ വെറുതെ നൽകിയതല്ലെന്നും ഇതിനു വേണ്ട സേവനം ചെയ്തു കൊടുത്തത് പിണറായി വിജയൻ തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ MLA. ഈ കാര്യമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെളിയിക്കാൻ പരിശ്രമിക്കുന്നതും. മുഖ്യമന്ത്രി പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച CPM-ന്റെ അടിവേരിളകുമെന്നും മാത്യു കുഴൽനാടൻ. ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം വഖഫ് ഭേദഗതിയിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന് ബെന്നി പെരുവന്താനം. മുനമ്പം വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തെറ്റെന്നും വിമർശനം. മെയ് 12 നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്നു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ. വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ തിരിമറി നടത്തി തട്ടിപ്പിനിരയായത് ചിന്നക്കനാലിലെ ടാക്സി ഡ്രൈവർമാർ. ഇതോടെ ഇൻഷുറൻസ് കമ്പനി മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.